ഹായ്, ഞാൻ സുധാമഴമേഘാണ്. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് നാടൻ രീതിയിലുള്ള കൂർക്കുപ്പേരിയാണ്. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉപ്പേരിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. തേങ്ങയോ ഉള്ളിയോ അതൊന്നും ചേർക്കണില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, കൂർക്ക ഞാൻ വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അത് വന്നിട്ട് നമ്മൾക്ക് വൈകുന്നേരം കൂർക്കുപ്പേരി വെക്കണമെങ്കിൽ കാലത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്നതും അതിനെയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾക്ക് കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ വൃത്തിയാക്കിയ പെട്ടെന്ന് വൃത്തിയാകും. അത് ആ നാര് മാത്രം ഒന്ന് കളയേണ്ട ആവശ്യമേ ഉള്ളൂ. അതുപോലെ ചെയ്ത് വെച്ചതാണ് ഞാനിത്. ഈ സീസണിലാണല്ലോ ഈ മുളക് കിട്ടുക, വെള്ള കളറിലുള്ള ആ മുളക്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പാചകത്തിനും അത് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയാണ്. അപ്പം നമ്മൾക്കിതൊന്ന് താളിച്ചു വെട്ടാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. അതിനുശേഷം നമ്മൾക്ക് കടുക് താളിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാൻ പോണത്. അഥവാ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ അതിൽ ഉള്ളി വെളുത്തുള്ളി ഇതൊന്നും ചേർത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂർക്കൻ്റെ ആ നാടൻ രുചി കിട്ടണമെങ്കിൽ നമ്മൾ അതൊന്നും ചേർക്കരുത്. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കൂ, അത് അത്രയ്ക്ക് രുചിയാണ്. ഈ മുളകൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂർക്കയിട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കിതൊന്ന് യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കാം. നമ്മൾക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ഈ കൂർക്കൻ്റെ തനി ഫ്ലേവർ നമ്മുടെ നാവിലിങ്ങനെ അലിഞ്ഞ് വരും. അത്രയും ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കൂ. അടച്ചു വെച്ച ശേഷം നന്നായിട്ടൊന്ന് വേകട്ടെ. നമ്മൾക്കൊന്ന് കൂർക്ക വെന്തോ നോക്കാം. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക മണം ഉണ്ടാവുക. രുചിയും കുറച്ച് മുന്നോട്ട് നിൽക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി വേകാൻ്റെ കുറച്ച് സമയം കൂടി നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇതുപോലെ ചെറു തീയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് വെന്തോ നോക്കാം. ആ വെള്ളമൊക്കെ നോക്കൂ, പാകത്തിനായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് നോക്കുക. ആ മഞ്ഞ കളറിലുള്ള കൂർക്ക സൂപ്പറല്ലേ. ഇതിൽ നമ്മൾ ഉള്ളി വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ഈ കൂർക്കൻ്റെ രുചി പ്രത്യേകം നമ്മൾക്ക് ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പം നമുക്ക് കൂർക്ക സീസണാണല്ലോ. അതുപോലെ ഈ വെള്ളമുളകിൻ്റെയൊക്കെ സീസണാണ്. പിന്നെ കുഞ്ഞ് കാന്താരി മുളക് അതിൻ്റെയൊക്കെ സീസണാണല്ലോ ഇപ്പോൾ. അപ്പം നമ്മൾക്ക് അത് കിട്ടുന്ന സമയത്ത് വാങ്ങിച്ച് നമ്മൾക്ക് അതന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്.